ഈശ്വര, നേരം ഒരുപാടായല്ലോ. ഞാൻ എത്ര നേരം കിടന്നുറങ്ങിയോ? തലയിൽ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു ധാത്രിക്കുട്ടി. പുറത്തുനിന്നുള്ള വെട്ടം ജനാല വഴി കണ്ണിൽ പതിച്ചപ്പോൾ അവൾ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ചുറ്റും നോക്കി. കുളിപ്പുരയിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം. ഡോക്ടർ കുളിക്കാവും. ഡെസ്കിന്റെ മുകളിൽ ആവി പറക്കുന്ന ചായയും തൊട്ടരികിൽ പുഴുങ്ങിയ ഏത്തപ്പഴവും മുട്ടയിരിക്കുന്നുണ്ട്. ആ മുട്ട കണ്ടപ്പോ അവളുടെ കണ്ണൊന്ന് തള്ളി. ഇവിടെ ഇതൊക്കെ കഴിക്കോ? അവിടെ അമ്മാവനും മിത്രേച്ചിയും മീനും മുട്ടയും ഇറച്ചിയും എല്ലാം കഴിക്കും. പക്ഷെ അതൊക്കെ വെച്ചുണ്ടാക്കാനല്ലാതെ ഒന്ന് രുചിച്ചു നോക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല ധാത്രിക്കുട്ടിക്ക്. ഇടയ്ക്ക് അവര് രണ്ടാളും കൂടെ കല്യാണത്തിനോ മറ്റോ പോകുമ്പോ അപ്പച്ചി അവരുടെ വീതം വെച്ച് നീട്ടുമായിരുന്നു. പക്ഷേ വാങ്ങി കഴിച്ചിട്ടില്ല. ഒത്തിരി മുളക് ചമ്മന്തിയോ എന്തെങ്കിലും ഒരു തോരനൊക്കെ കൂട്ടിയാണ് ഊണ് കഴിച്ചിരുന്നത്. അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന കാലത്ത് ഒരു പക്ഷെ തനിക്ക് ഇതെല്ലാം തന്നിരിക്കണം. പക്ഷെ ഒന്നും കൃത്യമായൊരു ഓർമ്മയില്ല. അവർ എങ്ങനെയാണ് മരിച്ചതെന്ന് പോലും അറിയില്ല. ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്നും അറിയില്ല. അങ്ങനെ തോന്നാൻ കാരണം അവരെ എവിടെ അടക്കം ചെയ്തെന്ന് ഇന്നുവരെയും ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല. അതേപ്പറ്റിയൊന്നും ആരോടും ചോദിക്കാനുള്ള ധൈര്യവും ഉണ്ടായിട്ടില്ല ഇന്നേ വരെ. ഓരോന്നോർത്തങ്ങനെ നിന്നപ്പോൾ ഇന്നലെ അനുഭവിച്ച ആ സുഗന്ധം ഉടലാകെ പൊതിഞ്ഞു. തൊട്ടരികിൽ വന്ന് നിൽപ്പുണ്ട് ഡോക്ടർ. ഡോക്ടർ നേരത്തെ എഴുന്നേറ്റോ അതോ ഞാൻ എണീക്കാൻ താമസാണോ? ചമ്മലോടെ ചോദിച്ചു. ഡോക്ടർ ഒന്ന് വിളിക്കരുതെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലേ താത്രിക്കുട്ടിയെ. ഇല്ല, ഇനി വിളിക്കില്ല. ഹരിയേട്ടൻ അങ്ങനെ വിളിച്ചോളാം ഞാന്. പറയുമ്പോ നാണം കൊണ്ട് മുഖം കുനിഞ്ഞു പോയിരുന്നു അവളുടെ. എന്റെ താത്രിക്കുട്ടി, എഴുന്നേൽക്കാൻ വൈകിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. പിന്നെ നേരത്തെ എഴുന്നേറ്റിട്ട് തനിക്ക് ഇവിടെ ഒരു ജോലിയും ചെയ്യാനില്ല. തൽക്കാലം മുഷിഞ്ഞ തുണിയൊക്കെ ബാത്റൂമിൽ തന്നെ ഇട്ടിരുന്നാ മതി. വനജേച്ചിച്ച് വന്ന് എടുത്തുകൊണ്ട് പോയി കഴുകി ഉണക്കി തേച്ച് മടക്കി കൊണ്ടുവന്ന് തരും. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ പാത്രം കഴുകി വെക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജഗദമ്മ ചേച്ചി എടുത്തുകൊണ്ട് കൊണ്ടുപോയി കഴുകി വെച്ചോളും. മുറിയും അവർ വന്ന് വൃത്തിയാക്കി തരും. ചുരുക്കി പറഞ്ഞ തന്റെ ധാത്രിക്കുട്ടിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. അവൻ പറഞ്ഞതൊക്കെ കേട്ട് അന്തം വിട്ടു നിന്നു ധാത്രിക്കുട്ടി. എന്നാ നിന്റെ ധാത്രിക്കുട്ടി പോയി പല്ല് തേച്ചിട്ട് വന്ന് ഇതൊക്കെ എടുത്ത് കഴിച്ച് ചായയും കുടിക്കും. അപ്പോഴേക്കും ഹരിയേട്ടൻ റെഡി ആവട്ടെ. ഹരിയേട്ടൻ കഴിക്കുന്നില്ലേ അപ്പോ? ഇല്ലല്ലോ, ഞാനൊരു ചെറിയ ഡയറ്റിലാണ്. വണ്ണം കുറയ്ക്കാനുള്ള എന്തോ ഇല്ലേ അത്? അവിടെ മിത്രേച്ചി ഇങ്ങനെയൊക്കെ ഓരോ വാക്കുകൾ പറയണം കേൾക്കാറുണ്ട്. ഓവോ, തന്റെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ? കുറച്ച് തടിയൊക്കെ കുറച്ച് സുന്ദരനാകാന്ന് കരുതി അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന നീല നിറത്തിലുള്ള ഷർട്ട് ഇൻസേർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊന്നും വേണ്ട, എനിക്കിഷ്ടായി രൂപം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ കുളിപ്പുരയിലേക്ക് ഓടിപ്പോയി. മനസ്സ് നിറഞ്ഞൊരു ചിരിയോടെ അവൻ തന്റെ ബെൽറ്റ് കയ്യിലെടുത്തു. കഥകിൽ കൊട്ട് കേട്ടപ്പോൾ ബെൽറ്റ് വേഗം ഇട്ട ശേഷം അവൻ പോയി വാതിൽ തുറന്നു. അമ്മയായിരുന്നു. അവളുടെ മുഖമാകെ വല്ലാതെ ഇരുന്നു. അവൻ എന്താണെന്ന അർത്ഥത്തിൽ അവരെ നോക്കി. മോനെ, ഉണ്ണിമായ, അവൾക്ക് എന്തു പറ്റി? അവളെ കാണാനില്ലത്രേ. വീട് വിട്ട് പോകാണെന്ന് ഒരു കത്തും എഴുതി വെച്ചിട്ട് പോയി കളഞ്ഞു. നാരായണി കരച്ചില് തന്നെ. പോലീസിൽ അറിയിക്കാനാ അവളും കുമാരേട്ടനും പോയിക്കണേ. കേട്ട വാർത്തയിൽ തറഞ്ഞു നിന്ന് പോയി ഹരികൃഷ്ണൻ. ഇനി താൻ പറഞ്ഞത് കേട്ട അമ്മാവനെങ്ങാനും കൊണ്ടുപോയോ അവളെ? ഏയ്, അങ്ങനെ വരാൻ സാധ്യതയില്ല. ആ കാര്യത്തിൽ സ്വയം സമാധാനിച്ചു അവൻ. പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ വേണ്ടത് ചെയ്തു. പിന്നെ ഞാൻ ജോലി കഴിഞ്ഞു വരണ വരെ എന്റെ ധാത്രിക്കുട്ടി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. ആരെയും മുകളിലേക്ക് കയറ്റിയും വിടരുത്. അവൻ അമ്മയ്ക്ക് താക്കീത് നൽകി. അവർന്ന് തല കുലുക്കിക്കൊണ്ട് തിരികെ പോയി. അപ്പോഴേക്കും ധാത്രിക്കുട്ടി കുളിച്ചു മാറ്റി വന്നിരുന്നു. എന്താ, എന്തേലും പ്രശ്നമുണ്ടോ? മുഖം വല്ലാതിരിക്കുന്നല്ലോ. അവൾ വെപ്രാളത്തോടെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടോ. ആ, ഒരു കാര്യം തരാൻ മറന്നു. തന്റെ കൂട്ടുകാരി തന്ന സമ്മാനം തനിക്ക് തന്നില്ലല്ലോ. പറഞ്ഞുകൊണ്ട് അവൻ അലമാര തുറന്ന് ഒരു കവർ എടുത്തു. അതിൽ നിന്നും ആ സമ്മാന പൊതി. അത് കണ്ട് അവളുടെ മുഖം വിടർന്നു. അവനത് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി വർണ്ണക്കടലാസുകൾ അഴിച്ചു നോക്കി. അതിലൊരു കുഞ്ഞു പെട്ടി. അവളത് തുറന്നു നോക്കി. പച്ചക്കല്ല് വെച്ചൊരു വെള്ളി മുക്കുതി. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ആഹാ, കൊള്ളാലോ, തന്റെ കൂട്ടുകാരുടെ സമ്മാനം. പക്ഷേ താൻ മൂക്ക് കുത്തിയിട്ടില്ലല്ലോ. നമുക്ക് നാണ് തട്ടാൻ ഇങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് തന്റെ മൂക്കങ്ങോട്ട് കുത്താം. ദിയേ. തന്റെ വേദനയൊക്കെ മാറിയിട്ട് മതി. പിന്നെ ഭക്ഷണമൊക്കെ അവര് സമയത്ത് കൊണ്ടുവന്ന് തരും. എല്ലാം കഴിച്ച് മിടുകി കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. പിന്നെ വെറുതെ ഇരിക്കണ്ട. ക്ഷീണം മാറുമ്പോ അതെ, അവിടെ ഷെൽഫിൽ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് വായിക്കണം കേട്ടോ. അയ്യോ, എനിക്ക് ഇംഗ്ലീഷൊന്നും വായിക്കാൻ അറിയില്ല. ഇംഗ്ലീഷ് മാത്രമല്ല, അതിൽ ആവശ്യത്തിന് മലയാളം പുസ്തകങ്ങളും ഉണ്ട്. തന്നെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാട്ടോ. പിന്നെ ഇനി സ്കൂളിൽ പോയി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങോട്ട് ശരിയാക്കാം. സ്കൂളിലോ? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. ആ, പല സാഹചര്യങ്ങൾ കൊണ്ട് പഠിപ്പ് മുടങ്ങി പോയവർക്കുള്ള സ്കൂളൊക്കെ ഉണ്ട്. എന്റെ ധാത്രിക്കുട്ടിക്ക് ഇഷ്ടാച്ചാ ഞാൻ കൊണ്ടുപോയാക്കാം. എനിക്കിഷ്ടാ. അവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ആ, അപ്പോ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് പഠിക്കാൻ പോയി തുടങ്ങാട്ടോ. അവളുടെ കവളെന്ന് മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ.
സത്യം പറഞ്ഞാ തന്നെ തനിച്ചാക്കി പോകാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. പക്ഷെ പോവാണ്ടിരിക്കാൻ കഴിയില്ല. ജോലി ഇതായി പോയില്ലേ. പിന്നെ തനിക്ക് തന്റെ തറവാട്ടിൽ പോണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, നമുക്ക് പോവാം. ഏയ്, തറവാട്ടിൽ പോണമെന്നില്ല. പക്ഷേ എനിക്ക് എന്റെ വീണയെ കാണാൻ തോന്നുന്നുണ്ട്. അവള് PSC പഠിക്കാൻ പറഞ്ഞത് സിറ്റിയിലാണ്. ഇനി ഒരു ദിവസം അവിടെ വരെ കൊണ്ടുപോയി അവളിന്ന് കാണിച്ചാ മതി. ആ, പിന്നെന്താ, കാണിക്കാലോ. എന്റെ താത്രിക്കുട്ടിയുടെ ഏതാഗ്രഹവും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സാധിച്ചു തരും. അവൻ അങ്ങനെ പറയുമ്പോ കണ്ണു നിറഞ്ഞു പോയിരുന്നു അവളുടെ. ഏയ്, ഇതിപ്പോ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ താത്രിക്കുട്ടി കണ്ണു നിറയ്ക്കണല്ലോ. അവൻ അവളുടെ തലയിൽ നിന്ന് തലോടി വിട്ടുകൊണ്ട് പറഞ്ഞു. വൈകുന്നേരം എപ്പോഴാ വരിക? അവൾ അവനെ ഉറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു 5 മണിയൊക്കെ കഴിയും. ചിലപ്പോ 6 ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ രാത്രിയിലും ഡ്യൂട്ടി ഉണ്ടാകും. തന്റെ ഭാഗം കാറിന്റെ ചാവിയും എടുത്തുകൊണ്ട് അവൻ അങ്ങനെ പറയുമ്പോൾ വീണ്ടും കണ്ണു നിറഞ്ഞു പോയിരുന്നു അവളുടെ. ഇനി മുതൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറില്ലെന്നാ പറഞ്ഞിട്ടുണ്ട്. എന്റെ നൈറ്റ് ഡ്യൂട്ടി ഇപ്പോ എന്റെ താത്രിക്കുട്ടിയെ ഉറക്കണതല്ലേ. ഒരു ചിരിയുടെ അവൻ അങ്ങനെ പറഞ്ഞപ്പോ അറിയാതെ ചിരിച്ചു പോയിരുന്നു അവളും. ധാത്രിക്കുട്ടിയുടെ അവിടുത്തെ ഫോൺ നമ്പർ തരുവോ മിത്രേച്ചി? മിത്രയെ കണ്ടത് മോടി ചെന്നുകൊണ്ട് ചോദിച്ചു വീണ. ഒന്ന് പോയേടി, എന്റെ കയ്യിലൊന്നും അവളെ കെട്ടിച്ചു വിട്ടെടുത്ത നമ്പർ ഒന്നുമില്ല. നിനക്കെന്താ, അവള് മിണ്ടാതെ പറ്റണില്ലേ? അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല വീണ. പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. സിറ്റിയിൽ നിന്നും കുറച്ചേ ഉള്ളൂ അവിടെ തറവാട്ടിലേക്ക്. നീ ചെന്ന് കാണും. ക്ലാസ്സിന് പോണ വഴി കയറാലോ. പുറത്തുനിന്നുള്ളവരെ അവിടെ കയറ്റോ? ഓ, നീ ധാത്രിക്കുടെ കുറ്റ തോഴിയാണെന്ന് പറയണം. അപ്പൊ കയറ്റി വിടാതിരിക്കാൻ പറ്റോ? എന്തോ അത് കേട്ടപ്പോ വീണയുടെ ഉള്ളൊന്ന് കുളിർന്നു. അവൾ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ഓടിച്ചെല്ലടി, അവരുടെ ചെത്തിപ്പറിച്ച മുറ്റത്ത് കയറ്റില്ല നിന്നെയൊന്നും മിത്ര മനസ്സിൽ പറഞ്ഞു. ഹരി പോയ ശേഷമാണ് ധാത്രിക്കുട്ടി ഭക്ഷണം കഴിച്ചത്. കഴിച്ച പാത്രമെല്ലാം അവൾ തന്നെ കഴുകി വെച്ചു. വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചു നേരം വെറുതെ കിടന്ന വഴി ഉറങ്ങിപ്പോവുകയും ചെയ്തു. കഥകിൽ നിർത്താതെയുള്ള കൊട്ട് കേട്ടുകൊണ്ടാണ് അവൾ ഉണർന്നത്. എഴുന്നേറ്റ് പോയി വാതിൽ പഴുതിലൂടെ നോക്കുമ്പോൾ ഹരിയുടെ അമ്മയാണ്. അല്പം മടിച്ചാണ് അവൾ വാതിൽ തുറന്നത്. ഹരി ഒഴുകി തറവാട്ടിലുള്ളവരെയെല്ലാം അവൾക്ക് ഭയമാണ്. കുട്ടി, ഒറ്റയ്ക്കിരിക്കാൻ ബുദ്ധിമുട്ടാണ്, താഴേക്ക് വന്നോളൂ. അവിടെ നാത്തുവിന്റെ മോൾക്കും പുറത്ത് മാറിയിരിക്കുകയാണ്. അവൾക്കൊപ്പം മിണ്ടിയും പറഞ്ഞിരിക്കാലോ. ഉണ്ണി വരുമ്പോ തിരിച്ചു കയറിയാ മതി. അവർ പറഞ്ഞ കേട്ട് എന്തു വേണമെന്നറിയാതെ പകച്ചു നിന്നും പോയി ധാത്രിക്കുട്ടി. പോയില്ലെങ്കിൽ ഇവർ എന്ത് കരുതും? പോയ ഹരിയേട്ടൻ വരുമ്പോ വഴക്ക് പറഞ്ഞാലോ? 2ാം കെട്ടുകാരനാണെങ്കിലും കിട്ടിയത് അവളുടെ ഭാഗ്യം. അവളെക്കാൾ 10-15 വയസ്സിന് മൂത്തതാണെങ്കിലും കാണാൻ നല്ല ചേരുള്ള ആളല്ലേ. 2ാം കെട്ടായതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ അയാളെ കെട്ടിയനെ. നീ വെറുതെ ഓരോന്നും പറയണ്ട കൊച്ചേ. നിന്റെ മനസ്സ് എനിക്ക് നന്നായി അറിയാം. പിന്നെ നിന്റെ അച്ഛൻ ഇങ്ങോട്ട് പണം വാങ്ങിയിട്ടാ എന്റെ ധാത്രിക്കുട്ടിയെ കെട്ടിച്ചു വിട്ടത്. പാവം, അവിടെ എന്താകും അതിന്റെ ജീവിതം? ഓ, എന്താവൻ, അവളവിടെ അടുക്കളയിൽ ഒതുങ്ങി കൂടിയിട്ടുണ്ടാകും. പിന്നെ 10 മാസം കഴിഞ്ഞ് മിക്കവാറും പേറുകയും ചെയ്യും. അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മിത്രയുടെ പറച്ചിൽ കേട്ട് ദേഷ്യം വന്നു ഗിരിജയ്ക്ക്. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. എന്തെങ്കിലും പറഞ്ഞു പോയ അച്ഛനും മോളും കൂടെ തന്റെ തലേന്ന് തിന്നുമെന്ന് അവർക്കറിയാം. ധാത്രിക്കുട്ടിക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടണമെന്നവർ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. ധാത്രി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അറയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന്. യാതൊരു അനുസരണയും ഇല്ലാച്ച പൊയ്ക്കോ ഇവിടുന്ന്. എന്നെ അനുസരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം എന്റെ കൂടെ ജീവിച്ചാ മതി. അവന്റെ അലർച്ചയും പറച്ചിലും കേട്ട് കിടുങ്ങി വിറച്ചു പോയി ധാത്രിക്കുട്ടി. എന്റെ കൺമുന്നിൽ കാണരുത് നിന്നെ. ദുഷ്ടക്കൂട്ടങ്ങളെ കൂടെ കൂടാൻ പോയിരിക്കണം അവള്. പൊയ്ക്കോ എന്റെ മുന്നിന്ന്. പോകാനല്ലേ പറഞ്ഞത്? ആ അലർച്ച കേട്ടാണ് ധാത്രിക്കുട്ടി ഞെട്ടി ഉണർന്നത്. ഈശ്വര, സ്വപ്നായിരുന്നോ? പേടിച്ചു പോയല്ലോ വല്ലാതെ. മുഖം അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു അവൾ. നേരം വൈകി സന്ധ്യ കനക്കുന്നു. ഹരിയേട്ടന്റെ അമ്മ വന്ന് വിളിച്ചപ്പോ വയറുവേദനയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടിട്ട് കയറി കിടന്നതാണ്. കിടന്ന വഴി ഉറങ്ങിപ്പോയി. ഇപ്പോ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടാണ് ഞെട്ടി ഉണർന്നത്. എന്നാലും ആ സ്വപ്നം ആ അമ്മ വന്ന് വിളിച്ചപ്പോ കൂടെ പോയിരുന്നെങ്കിൽ ഉറപ്പായും ഹരിയേട്ടൻ അങ്ങനെ തന്നെ പെരുമാറിയേനെ. അത് ഉറപ്പാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവവും മനസ്സിലായിട്ടുണ്ട്. പിന്നെയും കുറച്ചു നേരം കൂടെ അങ്ങനെയിരുന്നു. അടച്ചിട്ട ഈ അറയിലെ ഓരോ നിമിഷവും വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അമ്മാവന്റെ വീട്ടിലായിരുന്നപ്പോ ഒന്നിനും സമയം തികയുന്നുണ്ടായിരുന്നില്ല. കാലത്തുണർന്ന് രാത്രി ഉറങ്ങും വരെ ജോലിയുടെ പുറത്ത് ജോലിയായിരിക്കും. ഇടയ്ക്ക് ആറ്റിൽ പോയി തുണി അലക്കും. നേരത്തെ മാത്രമാണ് അല്പം വിശ്രമിക്കുന്നത്. എനിക്ക് ഒരുപാട് തുണി അലക്കാനുണ്ടാകും മിക്ക ദിവസങ്ങളിലും. അപ്പോ എന്റെ വീണ് എനിക്ക് അലക്കിത്തരും. ആ സമയം ഞാൻ വിശ്രമിക്കും. അവൾക്ക് അവളുടെ വീട്ടിൽ വലിയ ജോലിയൊന്നുമില്ല. അവളുടെ അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. അവൾക്കും അനുജത്തിക്കും വീടും പരിസരവും വൃത്തിയാക്കി തുണിയും അലക്കിയാൽ മാത്രം മതി. എനിക്കാണെങ്കിൽ അമ്മാവന്റെ വീട്ടിലെ സകല ജോലിയും ഒറ്റയ്ക്ക് ചെയ്യണം. 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയത് മുതലാണ് ഈ കണ്ട ജോലി മുഴുവനും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നത്. അതിനു മുൻപ് അവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു, രേവമ്മ.
എന്റെ പഠിത്തം നിർത്തിയത് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും പകരം ആ സ്ഥാനത്തേക്ക് എന്നെ നിയമിക്കാനുമായിരുന്നു എന്ന് പറഞ്ഞു വീണ അമ്മാവനെ എപ്പോഴും കുറ്റം പറയുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുമ്പോൾ ഭയങ്കര മടുപ്പ് തോന്നുന്നു. പെട്ടെന്നാണ് കഥകിൽ മുട്ട് കേട്ടത്. അത് ഹരിയേട്ടൻ ആകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓടിപ്പോയി വാതിൽ പഴുതിലൂടെ നോക്കി. പുറത്തു നിൽക്കുന്ന വനിതാ പോലീസിനെ കണ്ട് ഒരു നിമിഷം പകച്ചു നിന്നു പോയി ദാത്രിക്കുട്ടി. ദാത്രിക്കുട്ടി താനാണോ? അതെ. തനിക്ക് കാണാതായി ഉണ്ണിമായെ പറ്റി എന്തെങ്കിലും അറിയോ? ഇല്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നെ വഴക്കു പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്നെ കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തി ഉണ്ണിമായ ചേച്ചി. അവർ അങ്ങനെ പറയാൻ കാരണം? ഉണ്ണിമായ ചേച്ചി എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയായിരുന്നു. ഇപ്പൊ അദ്ദേഹം എന്നെ കല്യാണം കഴിച്ചത് അവർക്ക് ഇഷ്ടമായില്ല തോന്നുന്നു. ഓ, അതാണോ തന്നെ ഭീഷണിപ്പെടുത്താനുള്ള കാരണം? അവർ ലീഗലി ഡിവോഴ്സ് ആയതല്ലേ? എനിക്കറിയില്ല അതൊന്നും. എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഹരിയേട്ടൻ അതൊന്നും എന്നോട് പറഞ്ഞില്ല. അമ്മാവനോടാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. എന്നോട് അതൊന്നും ആരും പറഞ്ഞില്ല. ഓക്കെ. ഉണ്ണിമ്മയുടെ ഒരു ഡയറി കിട്ടി അവിടെ മുറിയിൽ നിന്നും. അതിൽ ദാത്രികയുടെ പേര് പലയിടങ്ങളിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതാ തന്നോട് ഒന്ന് അന്വേഷിച്ചത്. പേടിക്കാനൊന്നുമില്ല, അവരെ അന്വേഷിച്ച് കണ്ടെത്തും ഞങ്ങൾ. അത്രയും പറഞ്ഞിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കടന്നുപോയി. ദാത്രിക്കുട്ടിക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഉടലാകെ വിറച്ചു പോയിരുന്നു അവളുടെ. അവരുടെ ചോദ്യങ്ങൾക്ക് വിറയ്ക്കാതെ മറുപടി കൊടുക്കാൻ അവൾ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. ഇത്രയും കാലം ഇങ്ങനൊരു ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ തനിക്കൊപ്പം എന്തിനു പോകുന്ന ഒരാൾ ഉണ്ടെന്ന തോന്നലാണ് അവൾ ഇത്രയും സംസാരിക്കാനും മാത്രം പ്രാപ്തിയാക്കിയത്. കഥ കടച്ച് കിടക്കൽ ചമ്പരം പടഞ്ഞിരുന്നു ദാദ്രിക്കുട്ടി ആ ഒരാളെയും കാത്ത്. ആളെ കാണാതെ ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങിയില്ലെന്നൊരു തോന്നലിൽ അവൾ ആ ഇരിപ്പ് തുടർന്നു മണിക്കൂറുകളോളം. സന്ധ്യ കനത്ത് രാത്രിക്ക് വഴി മാറിയതൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ കഥകിൽ ഒരു മുട്ടുകേടതും കിടക്കലിനും ചാടി ഇറങ്ങി ഓടിച്ചെന്നവൾ വാതിൽ തുറന്നു. അതാരാണെന്ന് വാതിൽ പഴുതിലൂടെ നോക്കാൻ പോലും മറന്നു പോയിരുന്നു അവൾ. മുന്നിൽ കുളിച്ചും കുറിയും തൊട്ട് നിൽക്കുന്ന ഹരിയുടെ അച്ഛനെ കണ്ടതും ഒന്ന് പകച്ചു പോയവൾ. കഴിഞ്ഞ ദിവസം ഹരി പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ ഒരു കൊള്ളിയ കണക്കെ മിന്നിമാഞ്ഞു. കുഞ്ഞി, ഇവിടെ തനിച്ചിരിക്കാ. ഒന്ന് ചിലപ്പോ വരാൻ വൈകും. എന്റെ പേര് കുഞ്ഞിന്നല്ല, ദാത്രിക്കുട്ടി എന്നാണ്, അവൾ പരുക്ഷമായി പറഞ്ഞു. ആ, അതെന്തെങ്കിലും ആവട്ടെ എന്റെ കുട്ടിയെ. ഇവിടെ തനിച്ചിരിക്കാതെ താഴേക്ക് വരും. അവിടെ എല്ലാരും ഉണ്ടല്ലോ. മിണ്ടിയും പറഞ്ഞിരിക്കാൻ നമുക്ക്. വേണ്ട, എനിക്ക് സുഖയില്ല. അച്ഛൻ പൊയ്ക്കോളൂ. പറഞ്ഞു നിർത്തി പെട്ടെന്ന് അകത്ത് കയറി വാതിലടച്ചവൾ. ഒരു നിമിഷം അവിടെ നിന്നിട്ട് തിരിച്ചു പോയ അയാളും. ദാത്രിക്കുട്ടിക്ക് സങ്കടം തോന്നി. ഈ വിവാഹം വേണ്ടിയിരുന്നില്ലെന്ന് പോലും തോന്നി തുടങ്ങി അവൾക്ക്. അമ്മാവന്റെ വീട്ടിലെ ജോലി ഭാരവും പട്ടിണിയുമായിരുന്നു ഇതിലും ഭേദമെന്ന് ഓർത്തുപോയി അവൾ. അമ്മേ, നാളെ ഞാൻ ക്ലാസ്സിന് പോകുമ്പോ ദാത്രിക്കുട്ടിയുടെ ഭർത്താവിന്റെ തറവാട്ടിൽ പോണുണ്ട് അവളെ കാണാൻ. അത് വേണം മോളെ. അവർക്ക് വലിയ ആൾക്കാരല്ലേ, നമ്മളിന്നും കണ്ണിന് പിടിക്കില്ല. ചിലപ്പോ അതിന്റെ പേരില് ദാത്രിക്കുട്ടിക്ക് വഴക്ക് കേൾക്കും. അമ്മ പറഞ്ഞു കേട്ടപ്പോ വീണയുടെ മുഖം അങ്ങ് വാടിപ്പോയി. മോളെ, എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. നീ കാണാം, നിന്റെ കൂട്ടുകാരിക്ക് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. പിന്നെ ദാത്രിക്കുട്ടി വിരുന്നിന് വരാതിരിക്കില്ലല്ലോ, അപ്പൊ കാണാലോ നിനക്കതിനെ. ഒരു മൂളലോടെ വീണ അമ്മയുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് പോയി കിടക്കാനുള്ള പായ എടുത്ത് തട്ടിക്കുടഞ്ഞ് നിലത്ത് വിരിച്ചു. അവൾ പായ വിരിക്കാൻ കാത്തുന്നതുപോലെ അവളുടെ അനുജത്തി വേണി ഓടി വന്ന് അതിലേക്ക് വീണ് ചുരുണ്ടുകൂടി. ഈ പെണ്ണിന്റെ ഒരു കാര്യം, തറയണ പോലും വേണ്ട ഇതിന് പറഞ്ഞുകൊണ്ട് മൂലയ്ക്ക് അടുക്കി വെച്ചിരുന്ന 3 തലയിണകൾ പൊക്കി എടുത്തുകൊണ്ടുവന്ന് അതിലൊന്ന് അനുജത്തിക്ക് വെച്ചു കൊടുത്തു അവള്. അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ വീണയുടെ മനസ്സിലാകെ ഒരു വിഷമമായിരുന്നു. ദാത്രിക്കുട്ടി ഇനി എന്ന് കാണും? ആ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല ദാത്രിക്കുട്ടി. തന്റെ പാതിയായവന്റെ അസാന്നിധ്യം അവളെ അത്രമേൽ പൊള്ളിച്ചിരുന്നു. അന്നവൾ ആദ്യമായി അത്താഴം കഴിക്കാതെ കിടന്നു, ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ. തറവാട്ടിലുള്ളവർ ആരും പിന്നെ അവളെ അന്വേഷിച്ചു വന്നതുമില്ല. ആരും ഇനിയും കടന്നു വരരുതേ എന്നവൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ദാത്രിക്കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അത്. മാസം മുറയുടെ കലശലായ ശരീരവേദനയും ഒപ്പം വിശപ്പും ദാഹവും സങ്കടവും എല്ലാം കൊണ്ടവൾ ആകെ തളർന്നു പോയിരുന്നു. എന്റെ ദാത്രിക്കുട്ടി പേടിച്ചു പോയോ? എന്നോട് ക്ഷമിക്കും മോളെ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഇന്നലെ ഒരു എമർജൻസി കേസ് വന്നു. അവിടെ നൂരിപ്പോരാൻ പറ്റാത്ത അവസ്ഥ. തറവാട്ടിലേക്ക് ഒന്ന് വിളിച്ചു പറയാന്ന് വെച്ചാൽ അതിനുള്ള സമയം പോലും കിട്ടിയില്ല. അതുകൊണ്ടാ ഒന്ന് ഫ്രഷ് ആവാൻ പോലും നിൽക്കാതെ ഇങ്ങോട്ട് ഓടിപ്പോന്നത്. നിനക്കറിയായിരുന്നേ എന്റെ ദാത്രിക്കുട്ടി ഇവിടെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അവൻ അവളുടെ തലയിൽ തലോടി വിട്ടുകൊണ്ട് പറഞ്ഞു. നിറകണ്ണുകളോടെ അവനെ നോക്കി നിന്നതേയുള്ളൂ അവൾ. അവനൊന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ മനസ്സ് വെമ്പൽ കൊള്ളുമ്പോഴും എന്തോ ഒന്നവളെ പിന്നിലേക്ക് വലിച്ചു. അത് ചിലപ്പോ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാവാം. താൻ ഇന്നലെയൊന്നും കഴിച്ചിട്ടില്ലല്ലേ? മൂടി വെച്ച ഭക്ഷണ പാത്രങ്ങൾ കണ്ടുകൊണ്ടായിരുന്നു അവന്റെ ചോദ്യം. അവൾ അതിന് മറുപടി പറഞ്ഞില്ല. എന്നാ താൻ വേഗം പോയി കുളിച്ചു വാ. അപ്പോഴേക്കും ഞാനൊന്ന് മുങ്ങി കുളിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഒന്ന് മൂളിക്കണ്ടവൾ
ഒതുങ്ങി നിന്നു. അവൻ അവൾക്കിടാനുള്ളതൊക്കെ എടുത്തു കൊടുത്തു. അവൾ അതും വാങ്ങിക്കൊണ്ട് കുളിപ്പൂരിലേക്ക് കയറി. അവളുടെ ഈ മൗനം അവനെ വല്ലാതെ നോവിച്ചു. ഒരുപാടൊന്നും സംസാരിച്ചില്ലെങ്കിൽ കൂടി അവൾ സംസാരിക്കുന്നത് കേൾക്കാൻ അവനൊത്തിരി ഇഷ്ടമാണ്. അവളൊന്ന് കാണാനും മിണ്ടാനും വേണ്ടി മാത്രമാണ് ജോലി തീർന്നതേ ഓടിപ്പാഞ്ഞു വന്നത്. വന്നപ്പോ പെണ്ണിന്റെ മുഖം കാർമേഘം മൂടി കെട്ടിയതുപോലെ. ഇന്നലെ വരാത്തതിന് സങ്കടാകും എന്നറിയാം, എന്നാലും ഒന്ന് മിണ്ടിക്കൂടെ? തീർത്തും അശാന്തമായ മനസ്സോടെയാണ് കുളത്തിലേക്ക് പോയത്. ഒരുപാട് നേരം മുങ്ങി കുളിക്കാനോ നീന്തി തുടിക്കാനോ നിൽക്കാതെ വേഗം കുളിച്ചു കയറി. അവളുടെ പിണക്കം എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. അമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ തൊട്ടടുത്തുണ്ടായിട്ടും ധാത്രിക്കുട്ടിയെ കാണാതെ പോകുന്നത് ശരിയല്ലെന്നൊരു തോന്നൽ വീണയെ അലട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് ഏതായാലും അവൾ ഇന്ന് കാണാൻ ഒരു ശ്രമമെങ്കിലും നടത്തും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് വീണ സിറ്റിയിലേക്കുള്ള ബസ് കയറിയത്. അവൾക്ക് കൊടുക്കാനായി അവൾക്ക് ഏറെ പ്രിയപ്പെട്ട പല നിറത്തിലുള്ള കുപ്പിവളകളും കയ്യിൽ കരുതി. ഒരുപാട് മോഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു പെണ്ണാണ് തന്റെ ധാത്രിക്കുട്ടി. അങ്ങനെ മോഹിക്കാനും മാത്രമുള്ളൊരു ജീവിതമായിരുന്നില്ല അവൾക്കുണ്ടായിരുന്നതും. പക്ഷെ ഇന്ന് അവൾക്ക് പൊന്നുകൊണ്ട് മൂടാൻ ആസ്തിയുള്ളൊരു കുടുംബത്ത് ചെന്ന് കയറാനുള്ള ഭാഗ്യമുണ്ടായി. അതെക്കാലം നിലനിൽക്കണമെന്ന് വീണ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു.